ഡിസംബർ 15 ISROയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിവസമാണ്. അമേരിക്കയുടെ അത്യാധുനികമായ ഒരു വലിയ ഉപഗ്രഹത്തെ ബഹിരാകാശത്തെ എത്തിക്കാൻ ഇന്ത്യയുടെ LVM-3 റോക്കറ്റ് തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബഹിരാകാശ സഹകരണം പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണെന്ന് ഈ വിക്ഷേപണം തെളിയിക്കുന്നു. എന്താണ് ഈ ദൗത്യത്തിന്റെ പ്രാധാന്യം? ബ്ലൂബേർഡ് 6 എന്നു പേരിട്ടിരിക്കുന്ന ഈ ഉപഗ്രഹത്തിന് ഏകദേശം 6500 കിലോ അഥവാ 6.5 ടൺ ഭാരമുണ്ട്. ഒരു വിദേശ കമ്പനിക്ക് വേണ്ടി ISRO വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാണിജ്യ പേലോഡാണിത്. ടെക്സസിലെ AST സ്പേസ് മൊബൈൽ എന്ന കമ്പനിയുടേതാണ് ഈ ഉപഗ്രഹം. ഇതിന്റെ സാങ്കേതികവിദ്യ വളരെ വ്യത്യസ്തമാണ്. ബഹിരാകാശത്ത് വെച്ച് ഇത് വിടർത്തുമ്പോൾ ഏകദേശം 2400 ചതുരശ്ര അടി വിസ്തീർണമുള്ള വലിയൊരു ആന്റിനയായി ഇത് മാറും. മുൻപുള്ള പതിപ്പുകളേക്കാൾ 10 ഇരട്ടി ഡാറ്റ കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. ഇത്രയും വലിയൊരു സംവിധാനം എന്തിനാണെന്ന് നോക്കാം. മൊബൈൽ ടവറുകളില്ലാത്ത സ്ഥലങ്ങളിൽ പോലും നേരിട്ട് ഫോണുകളിലേക്ക് ഇന്റർനെറ്റും സിഗ്നലും എത്തിക്കുകയാണ് ഡയറക്റ്റ് ടു ഡിവൈസ് ഇതിന്റെ ലക്ഷ്യം. അതായത് കാട്ടിലോ കടലിലോ എവിടെയായാലും മൊബൈൽ നെറ്റ്വർക്ക് ലഭിക്കാൻ ഈ ഉപഗ്രഹം സഹായിക്കും. നിലവിലുള്ള മൊബൈൽ കമ്പനികളുമായി ചേർന്നാണ് ഇത് പ്രവർത്തിക്കുക. കഴിഞ്ഞ ഒക്ടോബർ 19 തന്നെ ഈ ഉപഗ്രഹം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയിരുന്നു. ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ റോക്കറ്റുമായി ഘടിപ്പിച്ച് ഇന്ധനം നിറച്ച് അവസാനവട്ട പരിശോധനകൾ നടക്കുകയാണ്. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡാണ് ഈ ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്നത്. 8000 കിലോ വരെ ഭാരം ചുമക്കാൻ ശേഷിയുള്ള LVM-3 റോക്കറ്റിന്റെ വിശ്വാസ്യതയാണ് അമേരിക്കൻ കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. ഡിസംബർ 15 ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാകുന്നതോടെ ആഗോള ബഹിരാകാശ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കും. ഒപ്പം 2027 വരാനിരിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിനും ഇത് വലിയൊരു ഊർജ്ജമാകും. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.